നമസ്കാരം. ജീവലോകത്തിലെ പെൻഗിൻ എന്ന പക്ഷിയെയാണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. വിചിത്രമാണ് നമുക്ക് ചുറ്റുമുള്ള ജീവലോകം. ആധുനിക ശാസ്ത്രയുഗത്തിൽ സിദ്ധിയും സാമർഥ്യവും കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ജന്തുലോകത്തിലെ പറക്കാത്ത പറവയാണ് പെൻഗിൻ. കാണാൻ കൗതുകമുള്ള പറക്കാൻ കഴിയാത്ത പക്ഷികളാണ് പെൻഗിനുകൾ. 20ഓളം ഇനങ്ങളിലുള്ള വ്യത്യസ്ത പെൻഗിനുകളുണ്ട്. ഭൂരിഭാഗം പെൻഗിനുകൾ ദക്ഷിണ ധ്രുവത്തിലാണ് കാണപ്പെടുന്നത്. ദക്ഷിണ അമേരിക്ക, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗാലപ്പാഗോസ് ദ്വീപുകൾ എന്നിവിടങ്ങളിലും പെൻഗിനുകൾ താമസിക്കുന്നുണ്ട്. പെൻഗിനുകളുടെ വിഭാഗത്തിൽ പൊക്കം കൂടിയതും വലിപ്പമുള്ളതുമായ ഇനമാണ് ചക്രവർത്തി പെൻഗിനുകൾ. 1.2 മീറ്റർ ഉയരമുള്ള ഇവ ഇണയെ തേടിയും ആഹാരമന്വേഷിച്ചും 120 കിലോമീറ്റർ വരെ യാത്ര ചെയ്യാറുണ്ട്. ഏറ്റവും ചെറിയ ഇനമായ ഫെയറി പെൻഗിനുകൾക്ക് 40 സെൻറ്റിമീറ്റർ മാത്രമേ ഉയരമുള്ളൂ. ചക്രവർത്തി പെൻഗിനുകൾ ദക്ഷിണ ധ്രുവത്തിലും ഫെയറി പെൻഗിനുകൾ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമായി കാണപ്പെടുന്നു. വെള്ളത്തിൽ നിന്നും കരയിലേക്കോ മഞ്ഞുകട്ടകളിലേക്കോ ചാടിക്കയറുവാൻ കഴിവുള്ള പെൻഗിനുകൾ പതുക്കെ കുലുങ്ങിയാണ് നടക്കുന്നത്. ദിശ അറിയാനായി ഇവ സൂര്യനെ ആശ്രയിക്കുന്നു. വയറുപയോഗിച്ച് മഞ്ഞിൽ തെന്നി നീങ്ങാനും ഇവയ്ക്ക് കഴിയും. പെൻഗിനുകളുടെ ആയുസ് 15 വർഷം മുതൽ 20 വർഷം വരെയാണ്. വലിയ തലയും ചെറിയ കഴുത്തുമാണ് പെൻഗിനുകൾ. ചെറിയ വാലുമുണ്ട്. ഇവയുടെ പുറംഭാഗത്തിന് കറുത്ത നിറവും വയറിന് വെളുപ്പ് നിറവുമാണ്. തുഴ പോലെയുള്ള ചിറകുകൾ ഉപയോഗിച്ച് ഇവയ്ക്ക് സമുദ്രത്തിൽ നീന്തുവാൻ കഴിയുന്നുണ്ട്. വാലിൻ്റെ അടുത്തുള്ള ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ ഉപയോഗിച്ചാണ് ഇവ തൂവലുകൾ തേച്ചു മിനുക്കുന്നത്. ഇതുമൂലം മറ്റൊരു ഗുണവുമുണ്ട്. ശരീരം വാട്ടർ പ്രൂഫായി സൂക്ഷിക്കുവാൻ പെൻഗിനുകൾ കഴിയും. പെൻഗിന് കരയിൽ കാഴ്ചശക്തി കുറവാണ്. എന്നാൽ വെള്ളത്തിനടിയിൽ കണ്ണിന് സൂപ്പർ കാഴ്ചശക്തിയാണ്. ഇത് വെള്ളത്തിൽ പെൻഗിനുകളെ ഇര തേടുവാൻ സഹായിക്കുന്നു. ദക്ഷിണധ്രുവത്തിലും ചുറ്റുമുള്ള ദ്വീപുകളിലും വസിക്കുന്ന പെൻഗിനുകളുടെ ശരീരഘടന തണുത്തുറഞ്ഞ സമുദ്രതീരത്ത് ജീവിക്കുവാൻ അനുയോജ്യമായ രീതിയിലുള്ളതാണ്. കൊഴുപ്പ് നിറഞ്ഞ ചർമ്മവും അതിലെ എണ്ണമയവുമാണ് ഇവയെ തണുത്ത താപനിലയിൽ ജീവിക്കുവാൻ സഹായിക്കുന്നത്. നൂറുകണക്കിന് പെൻഗിനുകൾ തോളോട് തോൾ ചേർന്ന് അടുത്തടുത്തായി നിൽക്കുന്നത് നമ്മൾ ഫോട്ടോകളിൽ കണ്ടിട്ടുണ്ട്. ശരീരത്തിന് ചൂട് ലഭിക്കുവാനാണ് അവ അങ്ങനെ നിൽക്കുന്നത്. ഗാലപ്പഗോസ് ദ്വീപിൽ ചൂട് കൂടുതലായതുകൊണ്ട് ചൂട് കുറയ്ക്കാൻ പെൻഗിനുകൾ ചിറകുകൊണ്ട് വീശി